അടുത്തത് നമ്മുടെ പൗളി ചേച്ചിക്കുള്ള ആദരവാണ്. ഈ ആദരവ് നടക്കുമ്പോൾ പൗളി ചേച്ചിയുടെ കുടുംബാംഗങ്ങൾ കൂടി വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദർശ്, യേശുദാസ്, മരുമകളും പേരക്കുട്ടികൾ ഒക്കെ വേദിയിലേക്ക് കടന്നു വരിക. മാഷ് ചേച്ചി, നിങ്ങളെല്ലാവരും കൂടെ ചെല്ലാട്ടോ. കയ്യേരി ഒന്ന് ഉയരട്ടെ. ശ്രീ സാലിമോൻ കുമ്പളങ്ങി, രാജി ലോക നാടകവേദിയുടെ ഒരു മൊമെന്റാണ് അവരുടെ ആദരവ്. രാജി അടുത്ത് ജയദർശൻ മ്യൂസിക് അക്കാദമിയിലെ കുട്ടികളെ ക്ഷണിക്കുകയാണ്.
കേക്ക് മുറിക്കുന്ന ഒരു ചടങ്ങ് കൂടി നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടാതിഥികളെ എല്ലാവരെയും ഈ നൽകിയ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സന്തോഷം എന്താണെന്ന് എനിക്ക് പോലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ഈ സന്തോഷിക്കുന്നതിൻ്റെ പിന്നിൽ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഒരാളുണ്ട്. നാടകത്തിന് ആര് പോകും എന്നൊരു തീരുമാനമെടുത്തപ്പോൾ മത്സരമാണ് പറഞ്ഞത്, ഞാൻ പോയാൽ ശരിയാവില്ലല്ലോ, താൻ പോയാൽ മതി. അങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിൽ നാടകത്തിലേക്ക് ഇറങ്ങുന്നത്. അന്നുള്ള സുഹൃത്ത് വലയങ്ങളൊന്നും എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ മാറ്റിയിട്ടില്ല. അവരുടെ വീടുകളായിട്ടും അവരുടെ ബന്ധക്കാരായിട്ടും അവരുടെ എന്താവശ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പോയ സമിതികളിൽ നിന്നെല്ലാം ആ സ്നേഹാന്വേഷണം എല്ലാം എനിക്ക് കിട്ടാറുണ്ട്. ഞാനത് അവരോട് കൂടെ തന്നെ ഇപ്പോഴും ഉണ്ട്. പോയ എല്ലാ നാടക ട്രൂപ്പിൽ നിന്നും എനിക്കുള്ള സുഹൃത്ത് ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് വളരെ ആത്മാർത്ഥമായിട്ട് പെരുമാറുന്നത് കൊണ്ടും എൻ്റെ നാടിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാനിപ്പോഴും ഒരു ഇന്റർവ്യൂ വന്നപ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്ക് ചേച്ചിക്ക് അവസാനം എന്നിട്ട് ഇങ്ങനെ ചെയ്ത് നാടകത്തിൽ ഇത് വല്ല അഭിനയിച്ച് ഇങ്ങനെ വേറെ വേറെ വേഷങ്ങൾ ചെയ്യാനോ അങ്ങനെയൊക്കെ എന്താണ് ഇനിയുള്ള ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്ക് എൻ്റെ നാടിന് വേണ്ടി ഇനിയും എന്തെങ്കിലും ഒക്കെ ഒരുക്കി കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഒരുക്കി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടി പോയാൽ മതി. അതുവരെ ജീവിച്ചു പോകണം. എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി ഏത് കാര്യത്തിനും ഓടിയെത്താൻ ഞാനും എൻ്റെ മക്കളും തയ്യാറാണ്. അപ്പം അതുപോലെ തന്നെ ജീവിച്ചു പോകണം അവസാനം വരെ. അതുപോലെ തന്നെ കലാകാരന്മാരായ കലാകാരികളുടെയും എന്താവശ്യം വിളിച്ചാലും ഞാൻ പോകാറുണ്ട്. അവരായിട്ട് സ്നേഹം. ഇപ്പോൾ ശ്രീനിച്ചേട്ടൻ പറഞ്ഞ പോലെ 11 വയസ്സിലാണ് ശ്രീനിച്ചേട്ടൻ്റെ ഒരു നാടകം കളിക്കുന്നത്. അങ്ങനെ 2 നാടകം കളിച്ചു. അതിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം എന്നെ ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് പുറത്തൊരു നാടകത്തിന് വിളിച്ചത് മാനുവൽ 1.5 വർഷത്തോളം നമ്മുടെ ടൈപ്പിംഗറിയിലെ എല്ലാ സ്റ്റോപ്പുകളിലും എത്ര നാടകം കളിച്ചെന്നോലും എനിക്ക് അറിഞ്ഞൂടാ. അത്രയും നാടകങ്ങൾ കളിച്ച് അന്ന് ബെന്നി പറഞ്ഞതുപോലെ കോമഡി ചെയ്യാം, കോമഡി ചെയ്താൽ ഭയങ്കരമായിട്ട് വിജയിക്കും. അപ്പം അങ്ങനെയുള്ള റോളുകൾ എനിക്ക് തന്നാണ് ഞാൻ നാടകത്തിൽ തന്നെ. സിനിമയെന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നാടകത്തില്ല. ആര് വെറുത്താലും നമുക്ക് കുഴപ്പമില്ല, നാടകം ഉണ്ടല്ല, നാടകത്തിന് പോകല്ല. അതുകൊണ്ടൊരു ധൈര്യമായിരുന്നു എൻ്റെ നാടകം. അത് എങ്ങനെയോ ഒരു സിനിമയിലേക്ക് വന്നതാണ്. അത് ഞാൻ ബെന്നിക്ക് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ബെന്നി പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് നിർബന്ധിച്ച്, ഞാൻ എല്ലാ വഴിയിലിരിക്കുന്ന റോളാണ് എനിക്ക് തരാമാണ്, ഞാൻ വരൂലട്ടാന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറ്റിയൊരു സാധനമുണ്ട്, വാ ഡയലോഗ് ഉണ്ട്, വാടോ വാടോ എന്നും പറഞ്ഞ് വിളിച്ചിട്ടാണ് ഞാൻ പോയത്. അതിനൊട്ടും പോലെ എഡിക്ഷൻ അതിൻ്റെ അകത്തൊരു ഭാഗവാക്കാണ്. എന്തായാലും എൻ്റെ ഭാഗ്യം, നമ്മുടെ നാടിൻ്റെ ഭാഗ്യം എന്ന് തന്നെ പറയാം. ഈ അവാർഡ് കിട്ടാനും അത് കഴിഞ്ഞ് ഡബിങ്ങിന് പോകാനായിട്ടും
ഞാൻ എൻ്റെ സ്വരം അറിയുന്നത് കൊണ്ട് ഞാൻ പോകാതെ മടിച്ചതാണ്. എൻ്റെ ഒരു സുഹൃത്ത് IT ജോസഫ് പറഞ്ഞിട്ടാണ് ഞാൻ നിർബന്ധമായിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതൊന്ന് ഇറങ്ങൂലിടണം, അത്രയും ബുദ്ധിമുട്ടിയായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി ശബ്ദം കൊടുത്തത്. പക്ഷെ ശബ്ദം കൊടുത്തപ്പോൾ 2 ദിവസം കൊണ്ട് ഞാൻ ഒരു ഡബ് ചെയ്താലും എത്ര വലിയ പടമാണെങ്കിലും 1 ദിവസം കൊണ്ട് ഡബ് ചെയ്ത് പോയി. പക്ഷെ ഈ ചേച്ചിക്ക് ഒരു ശബ്ദം കൊടുത്തപ്പോൾ ഈ ചേച്ചിയുടെ സ്ഥായിയായ ഒരു ഭാവം അത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസപ്പെടണം. കാരണം ചേച്ചി പറയണ ഓരോ ഡയലോഗും നമുക്ക് എന്താണെന്ന് സസൂക്ഷ്മം ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. കിട്ടിയിട്ട് ഈ ലിപ്പല്ലാണ്ട് ചേച്ചിയുടെ തൊണ്ടക്കുഴി പോലും ഇറങ്ങിയിട്ടില്ല. അത്ര ശാന്തമായിട്ടുള്ള ഒരു അഭിനയമായിരുന്നു. അപ്പൊ അതിനൊരു ഡബ് ചെയ്യാൻ വന്ന് പറയാന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ മഹത്വം മനസ്സിലായത്. പല ആളുകളും പടം കണ്ടതിന് ശേഷം എന്നെ സിനിമാക്കാരും നാടകക്കാരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തലേ നിങ്ങൾ ഇങ്ങനെ ഈ വണ്ണം വെച്ച് എങ്ങനെ മേക്കപ്പ് ചെയ്ത് റോണക്സ് ഇങ്ങനെയൊക്കെ എടുത്താം എന്നൊക്കെയാണ് ചോദിച്ചത്. എന്റെ അനിയത്തിക്ക് പോലും മനസ്സിലായില്ല എന്നെ സിനിമ കണ്ടതിന് ശേഷം. ഈ ചേച്ചിക്ക് അങ്ങനെ വണ്ണം വെച്ചിട്ടായിരുന്നു. അത്ര നന്നായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ചെയ്ത് ഞാൻ വീണ്ടും പിറ്റേ ദിവസം കഴിഞ്ഞു പോന്നിട്ടും പിറ്റേ ദിവസം ഞാൻ ഒന്നുകൂടി ചെന്നു സ്റ്റുഡിയോയിലേക്ക്, എവിടെയെങ്കിലും ഒരു പാളിച്ച എന്താണെന്നറിയാൻ വേണ്ടി. പക്ഷെ ഒന്നും പറ്റിയില്ല. പക്ഷെ അന്ന് എനിക്ക് അപ്പൊ തരുണനോട് പറഞ്ഞു, ചേച്ചി ഡബിങ്ങുകളെ ഇപ്രാവശ്യം ചേച്ചിക്ക് കിട്ടോട്ടാന്നില്ല. അപ്പൊ അവന് ഡബിങ്ങിന് കിട്ടാൻ പോണേ അവിടെ 10,000 ആളുണ്ട് ഡബിങ്, പിന്നെ അതിന് എനിക്ക് കിട്ടാൻ പോണുണ്ട്. പക്ഷെ എന്തോ ഞാൻ പറഞ്ഞു വിട്ടാളിന്റെ ദൈവത്തിന്റെ അനുഗ്രഹവും എന്താണെന്നൊന്നും അറിയില്ല. ഐക്യായിട്ട് അത്ര ആത്മാർത്ഥതയുള്ള ഒരു ജീവിതമായിരുന്നു ഞങ്ങൾ. കുടുംബ ബന്ധം പോലെ മനസ്സിലെ എന്റെ ആരാണ്. എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് ജീവൻ വെപ്പിച്ചെന്നാണ് ചേച്ചി എന്നോട് പറഞ്ഞത്. അങ്ങനെ അവരുടെ മക്കളൊക്കെ എന്നോട് വലിയ സ്നേഹമാണ്. ആകെ ഒരു ഡബിങ് ബന്ധമാണ് ഉള്ളത്. പക്ഷെ എന്നാലും അവരുടെ കുടുംബമായിട്ട് ഞാൻ വിളിച്ച് മോളോട് പറഞ്ഞു, മോളെ കൊണ്ടുപോകാൻ മോളെ ചേച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഞാൻ പുതിയ സിനിമക്കാരെ ഒന്നും വിളിച്ചില്ല. എൻ്റെ നാടകക്കാരും എൻ്റെ നാട്ടുകാരും മാത്രം മതി ഇതിനുള്ള. ഞാൻ അവസാനം വരെ ആരോടും പറഞ്ഞിട്ടില്ല ഈ സംഭവം. എൻ്റെ രഹസ്യമായിട്ടാണ് അത്രയും സ്നേഹബന്ധങ്ങളുണ്ട് നമുക്ക്. അപ്പം അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകണം. എല്ലാവരുമായിട്ട് സ്നേഹത്തോടുകൂടി എനിക്ക് തന്ന സ്നേഹത്തിനും നിങ്ങളുടെ ഈ ആദരവിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കാം. ഈ ചടങ്ങ് ഇത്ര മനോഹരമായി കോർഡിനേറ്റ് ചെയ്തത് അവള് ചേച്ചിയുടെ മക്കളാണ്. പ്രിയപ്പെട്ട ആദർശിനെ നന്ദി പറയാനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനൊരു വേദി മനസ്സിൽ കുറച്ച് നാളായിട്ടുണ്ട്. പിന്നെ ഈ ഒരു 50 വർഷം തികയുന്നു. അമ്മ എപ്പോഴോ ഒരു സംസാരത്തിൽ 50 വർഷമായി, 100 സിനിമ അഭിനയിക്കാനായിട്ട് ഇനി ഒരു 2 സിനിമയും കൂടി ചെയ്താൽ 100 സിനിമയാകും എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഒരു അശരീരി പോലെ കേൾക്കും ഞാൻ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളൊന്നും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അമ്മയുടെ സംഭാവന മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സത്യം പറഞ്ഞ ഒന്നും ഉണ്ടായിട്ടില്ല, തുറന്നു പറയാം. അപ്പൊ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ഒന്നും സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് ഈ ഒരു കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്കൂളിൻ്റെതായിട്ടുള്ള ഒരു ആഘോഷ പരിപാടികളും ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു വർഷം ഗ്യാപ്പിട്ടു. ഈ വർഷം ഓണാഘോഷമൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാധാരണ വളരെ കുറച്ച് കുട്ടികൾ അതിൻ്റെ അടുത്ത് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു വേദിയിലാണ് ഇതെല്ലാം ചെയ്യാറ്. അപ്പോൾ ഇതാണ് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി വിപുലമായിട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അമ്മയ്ക്കൊരു ഈ അരനൂറ്റാണ്ടിൻ്റെ ഒരു നിറവെന്ന് ഞാൻ പറയണില്ല. അമ്മ വീണ്ടും 51 തുടക്കം എന്നാണ് ഞാൻ ഇതിനെ പറഞ്ഞത്. ഞാൻ 50 നിറവെന്നോ ഒന്നുമല്ല ഞാൻ അതിനെ മനസ്സിൽ കണ്ടത്. അമ്മ വീണ്ടും ഞങ്ങളെക്കാൾ എന്താണ് പറയുക സ്മാർട്ടായിട്ട് വീര്യത്തോടുകൂടി 51 വർഷത്തിലേക്ക് കുതിക്കുകയാണ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം 50 ആയാലും 100 ആയാലും എനിക്ക് വീണ്ടും 101 ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെ ഞങ്ങൾ ഈ ചെറുപ്പക്കാരെന്ന് പറയുന്ന ആളുകൾ ഒന്നുമല്ല. അമ്മയുടെ മുമ്പിൽ ഇന്നും അമ്മയുടെ ആ ഒരു വീര്യവും ശൗര്യവും ആ ഒരു ധൈര്യവും ഒന്നും നമ്മൾക്കൊന്നുമില്ല സത്യം പറയും. പിന്നെ ആ ഒരു തണലിൽ ആ ഒരു ധൈര്യത്തിലാണ് ചെയ്തില്ല. ഒരു ചാനലുകളോടും പറഞ്ഞില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഓൺലൈൻ മാധ്യമം
ചെയ്യുന്ന ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്, പുള്ളി വഴിയാണ് സത്യം പറഞ്ഞ ഈ മനോരമക്കാരും മാതൃഭൂമിക്കാരും ഒക്കെ മറ്റുള്ള പത്രങ്ങളൊക്കെ അറിഞ്ഞത്. കാരണം നമുക്ക് അന്ന് ചിന്തിക്കുമ്പോൾ, ആദ്യം ചിന്തിക്കുമ്പോൾ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് വ്യക്തിത്വങ്ങളുണ്ട്. അവരാണ് ഇവിടെ ഉള്ളത്, ഈ വേദിയിലിരിക്കുന്നതും ഈ മുന്നിലിരിക്കുന്നതും എല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അമ്മ മനസ്സിൽ നിന്നെടുത്ത് സെലക്ട് ചെയ്ത് പറഞ്ഞ ആ ഒരു ഞാനും അമ്മയും കൂടി തയ്യാറാക്കിയ ഒരു ചെറിയൊരു കൂട്ടമാണെങ്കിലും വലിയൊരു ആദരവായിട്ടാണ് ഞങ്ങളിതിനെ ഹൃദയത്തോട് ചേർക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഒരു സിനിമാ നടി എന്നുള്ള ഒരു ലേബൽ വെച്ചിട്ട് നമ്മൾക്ക് ഇതിങ്ങനെ ഫേസ്ബുക്ക് വഴി കുറേ നാളുകൾ മുന്നേ ഇങ്ങനെ പബ്ലിസിറ്റിയൊക്കെ കൊടുത്താൽ ചിലപ്പോൾ പബ്ലിക്കൊക്കെ ഒരുപാട് പേരോട് നിറഞ്ഞിരിക്കുമായിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി ഏറ്റവും സ്നേഹത്തോടെ ഹൃദയത്തോടെ ചേർന്ന് നിൽക്കുന്ന നിങ്ങളും ഈ വേദിയിലിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരു സിനിമാക്കാർക്ക് വേണ്ടി പോലും അമ്മ ട്രൈ ചെയ്തിട്ടില്ല. എൻ്റെ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ ട്രൈ ചെയ്യുന്ന ഒരു വേദിയിൽ നമ്മളുടെ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ആദരവിന് നമ്മൾ മറ്റുള്ളവരോട് പറയുക എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നവരോട് പറയാം. കാരണം അമ്മയ്ക്കത് ഔട്ടും അന്യരല്ലെന്ന് മാത്രമല്ല, അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നിങ്ങളെല്ലാവരും തന്നെ. അപ്പം അങ്ങനെ ഒരു കാര്യം അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ചെറിയൊരു ഒരു മീറ്റിങ്ങും അങ്ങനെ ഒരു വേദിയും നമ്മൾ പ്ലാൻ ചെയ്തത്. അതിന് ഞാൻ വന്നതിന് പേരെടുത്ത് പറയാണെങ്കിൽ ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട്. എങ്കിലും വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട CP പള്ളിപ്പുറം സാറിനും ജിബു ജേക്കബ് സാറിനും അനിച്ചേട്ടൻ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ ഈ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത് അങ്ങനെ മീറ്റിംഗ് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു ധൈര്യം അനിച്ചേട്ടനോട് പറയണം കേട്ടോ. അനിച്ചേട്ടനാകുമ്പോൾ അതിൻ്റെ ഭംഗി ചെയ്തോളൂ. അങ്ങനെയാണ് അനിച്ചേട്ടൻ ആ സ്വാഗതം എന്നല്ല, ആ മീറ്റിങ്ങിൽ എന്ത് റോളാണെങ്കിലും ചെയ്യാൻ അനിച്ചേട്ടൻ തയ്യാറാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട അനിച്ചേട്ട വളരെയധികം നന്ദി. ബെനിച്ചേട്ടനെ കുറിച്ച് പിന്നെ വർഷങ്ങളുടെ ഞാനൊക്കെ ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള അമ്മ പറഞ്ഞു കേൾക്കുന്ന നാടകത്തിലൂടെ പറഞ്ഞു കേട്ട് പിന്നീട് ഏറ്റവും നമ്മുടെ ഒരു കുടുംബ സുഹൃത്തും വളരെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അറിയിക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ബെന്നിച്ചേട്ടൻ. ആ ഒരു സൗഹൃദവും സംഭാഷണമൊക്കെ ബെന്നിച്ചേട്ടൻ്റെ സംസാരത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മുടെ അഭിമാനമായ ബെന്നി പി നായരമ്പലം ബെന്നിച്ചേട്ടന് എൻ്റെ ഈ സ്കൂളിൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ദേവിവർമ്മ മാഡം, അമ്മയ്ക്ക് ഒരു അവാർഡ് കൂടെ കിട്ടാൻ ഒരു കാരണമായി. അതുമാത്രമല്ല, എന്താ പറയുക, ദേവിവർമ്മ മാഡത്തിനും അവാർഡ് കിട്ടാൻ അമ്മയും ഒരു കാരണമായി എന്നുള്ള രീതിയിൽ വളരെയധികം പെട്ടെന്ന് ഒരു ആത്മബന്ധം, അധികമൊന്നും കണ്ടിട്ടില്ല, പെട്ടെന്ന് ഒരു സിനിമയിൽ ഡബ് ചെയ്തു എന്നുള്ളത് അങ്ങനെ ഒരു ബന്ധമെന്ന് പോലും പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഒരു വളരെയധികം ആത്മബന്ധം എന്ന് പറയുന്ന രീതിയിൽ പെട്ടെന്നുണ്ടായി. ഈ ഒരു കാര്യം സത്യം പറഞ്ഞ അമ്മ പറഞ്ഞിട്ടില്ല, മാഡത്തിനോട് പറഞ്ഞിട്ടില്ല. പേപ്പറിൽ ഏതോ പേപ്പറിൽ വായിച്ച് അമ്മയെ രാവിലെ വിളിച്ചു. അങ്ങനെ ഞാൻ തീർച്ചയായിട്ടും വരും എന്ന് വളരെ നല്ല മനസ്സോടുകൂടി മാഡം പറഞ്ഞു. അങ്ങനെ മാഡം വന്നു. ഈ വേദി വളരെ ആലങ്കാരികമായി. മാഡത്തിനും എൻ്റെ പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ ശ്രീനിച്ചേട്ടൻ എന്ന് പറയുന്ന വാക്ക് എന്താണ്, ഓർമ്മ വെച്ച കാലത്തൊക്കെ കേൾക്കുന്നൊരു വാക്ക്. ആ വാക്കല്ല, അതൊരു കുടുംബ ബന്ധമാണ്. ഈ ഞാനീ ബെന്നിച്ചേട്ടൻ്റെ കാര്യം പറയുമ്പോഴും അനിച്ചേട്ടൻ്റെ കാര്യം പറയുമ്പോഴും ഒക്കെ പറയുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഒരു പടി മുന്നേ കേട്ട് പരിചയമുള്ളൊരു പേരാണ് ശ്രീനിച്ചേട്ടൻ. അതൊരു സുഹൃത്ത് ബന്ധമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നാടക ചർച്ചകൾ വരുമ്പോൾ ശ്രീനിച്ചേട്ടൻ്റെ പേരും അതുപോലുള്ള മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ വളരെ വളരെ പഴയ ഒരുപാട് പഴയ കലാകാരന്മാരുടെ പേര് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു പേരാണ് ശ്രീനിച്ചേട്ടൻ്റെ പേരും. അങ്ങനെ ഞങ്ങൾ കുടുംബപരമായിട്ട് വളരെ ബന്ധമാണ്. ശ്രീനിച്ചേട്ട വളരെ എൻ്റെ അമ്മയുടെ ഈ ഒരു ആദരവ് ചടങ്ങിന് വന്നതിനെ ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ വാവയിൽ നിന്നും കലാകാരന്മാർ പലരും ഈ വേദിയിലുമുണ്ട്, നമ്മുടെ ഈ സദസ്സിലുമുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നതോടൊപ്പം ബാലേന്ദ്ര മാഷിനും ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഏറ്റവും എന്താ പറയുക, വൈപ്പങ്കരയുടെ സ്ട്രെങ്ത്താണ്, വളരെ ബലമാണ് വാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
വാവയുടെ ഒരു മെമ്പർ മാത്രമാണ് ഞാൻ. വാവയ്ക്ക് വേണ്ടി ഒരു പ്രവർത്തനം കാഴ്ചവെക്കാത്ത ഒരു മെമ്പർ മാത്രമാണ്. പക്ഷെ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വളരെ എന്താ പറയുന്നത്, അഭിമാനത്തോടുകൂടി ഇന്നും പറയാം, ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ഒരു നെടുന്തൂണ് പോലെ തന്നെയൊക്കെ അമ്മ ഇന്നും പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ വാവയുടെ ഭാഗത്തു നിന്നും നമ്മൾക്ക് ആദരവ് ഈ വേദിയിലുണ്ട് ബാലേന്ദ്ര മാഷിന്. പിന്നെ ലെനിൻ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുന്നത്, ഞാനും അമ്മയും കൂടി ഞാനത് പുറകിലേക്ക് വെച്ചതല്ല. ലെനിൻ മാഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ ചെന്ന് നിന്ന് സംസാരിക്കുമ്പോഴേ നമ്മള് ശരിക്കും പറഞ്ഞാൽ എന്താ കൊച്ചാണ്. സാറിൻ്റെയൊക്കെ മുമ്പ് മാഷിൻ്റെയൊക്കെ മുന്നിൽ വളരെ കുഞ്ഞാണ്. പക്ഷെ നമ്മളോട് പോലും ഫലിതം പറഞ്ഞ് ഒരു സുഹൃത്തിനെ പോലെ എന്ത് സിമ്പിളായിട്ടാണ് സാർ സംസാരിക്കുന്നത് അറിയുന്നത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേ. അത് കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും കൂടി വീട്ടിൽ ചെന്നപ്പോൾ മാഷിനോട് എനിക്കും പറയാൻ തമാശ. മാഷിനെ അങ്ങനെ ഒരു വലിപ്പച്ചെറുപ്പോ പ്രായ വ്യത്യാസമോ അങ്ങനെ ഒന്നുമല്ല. വളരെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, മാഷിനെ ഞങ്ങളെ വിടാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തൊക്കെയോ കുറച്ച് കുട്ടികളൊക്കെ എൻ്റെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ വന്ന് നിൽക്കണോണ്ട് മാത്രം ധൃതി പിടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ വന്നു. അത്രയും സംസാരിച്ചു. അങ്ങനെ ഒരു പറഞ്ഞാൽ തീരില്ല, അത്രയും അധികം ആത്മബന്ധം. അമ്മ പറഞ്ഞ അറിവാണ് ഞങ്ങൾ ചെറുപ്പം തൊട്ടേ. ഇപ്പൊ ജോഷി മാഷാണെങ്കിലും ലൈ മാഷാണെങ്കിലും ഇങ്ങനെ സംസാരത്തിൽ അമ്മ പറഞ്ഞല്ലോ, സിനിമ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അമ്മയ്ക്ക് നാടകം എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തോടുകൂടി. അപ്പൊ ആ പ്രസ്ഥാനം ഇപ്പൊ URCയിലെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അമ്മ. URCയിലെ കാര്യങ്ങൾ ഇപ്പൊ അവിടെ ചെന്നപ്പോഴും ലെനി മാഷ് പറഞ്ഞു, വീട്ടിൽ ചെന്നപ്പോഴും പറഞ്ഞു, ഇതേപോലെ URCയിൽ അവാർഡ് കിട്ടിയതും നാടകത്തിൽ അഭിനയിച്ചതും അതിലെ ഓരോ കഥാപാത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു ആത്മബന്ധമുള്ള ഒരു മാഷാണ് ലെനി മാഷ്. ഒരു കാരണവരാണ് സത്യം പറഞ്ഞ ഞങ്ങൾക്ക്. ലെനി മാഷെ വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തത്. ലോകനാടക വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കുടുംബമാണ്. അമ്മയ്ക്കൊരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ അമ്മ കൊച്ചി പോകണമെന്ന് പറയുള്ളൂ. ഈ ലോകനാടക വേദി എന്ന് പറഞ്ഞാൽ അത്രയും അമ്മക്ക് പ്രിയപ്പെട്ടതാണ്, സഹോദരങ്ങളാണ്. അമ്മ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എന്റെ സത്യസന്ധമായി ഞാൻ പറയുകയാണെങ്കിൽ അമ്മ ഇത്തിരി നേരം ഒന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നത് അവിടെ ചെല്ലുമ്പോഴാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവർ വളരെ വളരെ കാഷ്വലായിട്ട് ഇടപെട്ട് അവര് എന്താ പറയുക, സഹപാഠികളെ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഇടയ്ക്ക് കൂടി ഭയങ്കര സന്തോഷമായി. ഇപ്പൊ മണിയമ്മയും ഒക്കെ അല്ലേ, ഞങ്ങൾ മണിയമ്മയെന്ന് പറഞ്ഞു, മണിയമ്മയും ഷൈനി ചേച്ചി അങ്ങനെ കുറച്ച് ഒരു ഗ്യാങ് ഉണ്ട്. അപ്പൊ അമ്മ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം IT ചേട്ടൻ്റെ വീട്, IT ചേട്ടൻ്റെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു വേദിയിൽ ഏറ്റവും ഊർജത്തോടെ നിൽക്കാവുന്ന ഒരാളായിരുന്നു, ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു IT ചേട്ടൻ. IT ചേട്ടൻ്റെ വീട്ടിലാണ് അമ്മയൊക്കെ ചെന്ന് കൂടുന്നത്. വളരെ സമാധാനത്തോടു കൂടി ഇരുന്ന് സന്തോഷത്തോടെ എപ്പോൾ പോകണമെന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടാക്കും, അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും. അമ്മ അത്ര ഹാപ്പിയാണ് അവിടെ. അപ്പോൾ ലോകനാടക വേദിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും, പിന്നെ പ്രധാനമായിട്ടും ഈ വേദി അലങ്കരിച്ച നമ്മുടെ ജോൺസൺ ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ക്ലീറ്റസ് ചേട്ടനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എന്താണ് പറയുന്നത്, എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഒരു അത്രയും ഞാൻ സ്നേഹത്തോടുകൂടി കാണുന്ന ബിയാട്രീസ് അമ്മയെന്നേ പറയാൻ പറ്റുള്ളൂ. അവരെയൊക്കെ ഒന്നും മേഡമെന്നൊന്നും വിളിച്ച് സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയാനും കൂടി പാടില്ല. അങ്ങനെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ലോകനാടക വേദിയിലെ അംഗങ്ങളാണ് അവരെല്ലാം. അവരെ എല്ലാവരെയും ഞാൻ കുറേ പേരെയൊക്കെ ചിലപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. എന്നാലും ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് തീരെ കുറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഞാൻ എടുത്ത് പറയുന്നു എന്നാലും നിങ്ങൾ കരുതുക. എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഷായി ചേട്ട, അങ്ങനെ എന്താ പറയുക, വറീസ് ചേട്ട, അങ്ങനെ പറയാനാണെങ്കിൽ ഇപ്പം നമ്മുടെ ഡോക്ടർ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ, അങ്ങനെ പറയാൻ ഒത്തിരി പേരുണ്ട്. രാജി, ഒറ്റ വിളിയിൽ തന്നെ ഞാൻ അധികം സംസാരിച്ചൊന്നുമില്ല, ഒരു 1-2 മിനിറ്റിൽ രാജി ഇന്ന പരിപാടിയുണ്ട് വന്നു. അങ്ങനെ പറയാനായിട്ടാണെങ്കിലും പേരെടുത്ത് പറയാൻ ഒത്തിരി ഉണ്ട്. പിന്നെ ഈ ഒരു പരിപാടി ഭംഗിയാക്കാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ജയദർശൻ മ്യൂസിക് അക്കാഡമിയിലെ കുടുംബം എന്നാണ് ഞങ്ങൾ പറയാറ്. അംഗങ്ങളെ, പാരൻസ്, മാതാപിതാക്കൾ, എൻ്റെ കുടുംബം, അതായത് എൻ്റെ അച്ഛൻ്റെ ഫാമിലി, അമ്മയുടെ ഫാമിലി, എല്ലാവരും തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇനി ആർക്കെങ്കിലും ഞാൻ നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലം നമ്മൾക്ക് അനുവദിച്ചു തന്ന നമ്മുടെ ജോസ് ചേട്ടനും ഈ ഒരു പ്ലേസിൻ്റെ ആരാണോ ഇതിൻ്റെ ഭാരവാഹികൾ
പ്രത്യേകിച്ച് ഇനി നമ്മളുടെ ശബ്ദവിധാനം തന്നിട്ടുള്ള അവർക്ക് പിന്നീടാണ് നന്ദി പറയുന്നെങ്കിലും നമുക്ക് ഒരു അവസാന ഘട്ടത്തിൽ എന്നെ ഏറ്റവും സ്നേഹത്തോടെ സഹായിച്ച നമ്മുടെ കിരൺ, അങ്ങനെ ശബ്ദവിധാനം, പിന്നെ ഇത്രയും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവർ തന്നെ ചെയ്തു തന്നു. ഇവിടെ ജോസേട്ടനും ഒക്കെ അറേഞ്ച് ചെയ്തു തന്നു. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളോട് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കുഞ്ഞു സംഗീത പരിപാടി ഉണ്ട്, അതുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.